ഹലോ, ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു ബോയാണ് ചെയ്യാൻ പോണത്. വെറുതെ കൊച്ചുപിള്ളൊക്കെ പള്ളിയിലൊക്കെ പോകുമ്പോൾ വയ്ക്കാനായിട്ടുള്ള വൈറ്റ് കിട്ടിയൊന്നും ഞാൻ വൈറ്റ് ചെയ്തത്. അതങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ക്യാരി ബാഗില്ലേ, തുണി പോലത്തെ ഒരു ബാഗ് കിട്ടുമല്ലോ, ഒരു സഞ്ചി, കുഞ്ഞ് തുണി പോലത്തെ കടയിൽ പാലൊക്കെ വാങ്ങിയാൽ കിട്ടുമല്ലോ. പ്ലാസ്റ്റിക് അല്ല, പക്ഷേ തുണി പോലത്തെ സാധനമാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ് ചെയ്യുമ്പോഴത്തേക്ക്. എന്താ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വൈറ്റ് ആണെങ്കിൽ അതിൽ നമ്മൾ ഏത് കളർ പോയാലും കുഴപ്പമില്ല. അതിൽ ഈ കളറാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ കളർ വെച്ച് ചുറ്റണം. എന്താ ഇതിപ്പോൾ നീലയിലാണ് ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ റിബൺ എന്തെങ്കിലും വാങ്ങണം, റിബൺ വാങ്ങണം. ഇത് വെച്ചായാലും കുഴപ്പമില്ല. ചുറ്റണം. ചുറ്റി കഴിഞ്ഞ ശേഷം നല്ല പശ വെച്ച് ഒട്ടിക്കണം. ഞാൻ വൈറ്റ് വെച്ച് കാണിച്ചു തരാം. അങ്ങനെ വലിച്ചിങ്ങനെ ചുറ്റണം നല്ലതായിട്ട്. പശ തേച്ചിങ്ങനെ കൊടുത്താൽ മതി. പശ തേച്ച് അല്ല, ബ്ലൗവിൽ അറിയുന്നില്ല. വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ചുറ്റും അറിയത്തില്ല. നമുക്ക് പിന്നെ ഏത് ബോയാണുള്ളത് മനസ്സിലായി. 2 പ്രാവശ്യം ചുറ്റിയാൽ അറിയത്തില്ല കളേഴ്സ് വരുന്നത്. പശ തേച്ച് കൊടുത്തില്ലെങ്കിൽ ഇളകിങ്ങനെ കൂടെ. നന്നായിട്ട് പശ തേച്ച് കൊടുക്കണം. പിള്ളേർക്കൊക്കെ 30-40 രൂപ എടുത്ത് വാങ്ങിക്കാതെ ഇതേപോലത്തെ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഡ്രസ്സിനനുസരിച്ച് ചെയ്യാമെന്നുള്ളതാണ്. ഒന്നിനും പൈസ കളയേണ്ട ആവശ്യമില്ല. കുറച്ച് ഐഡിയ വേണം. ചുറ്റുമ്പോൾ നല്ലതായിട്ട് ചുറ്റണം. നല്ല പശ തേച്ച് കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് ഇരിക്കും. അല്ലെങ്കിൽ ഇളകിയും പോരും. ഓൾഫീസ് പശ ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നല്ല വിലയുണ്ടായിരുന്നു. 50 രൂപ ഉണ്ടാകുന്നു. കുറച്ച് കാണുമ്പോൾ പക്ഷെ നല്ല തൊട്ട് ഈ അവസാനം വന്നിട്ട് നല്ലപോലെ ചുറ്റണം. നിങ്ങൾ സമയത്ത് ചെയ്യുമ്പോൾ നല്ലതായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. ചുറ്റി കഴിഞ്ഞുണ്ട്. ഇനിയാണ് നമുക്ക് കുറച്ച് പരിപാടിയുള്ളത്. ചെറുത് ഫ്ലവർ ചെയ്യണം. വെറുതെ കിട്ടുന്ന ബാഗ് നമ്മൾ സാധനം വാങ്ങുമ്പോൾ ഒരു കുഞ്ഞിപ്പൂവാണ് ഉണ്ടാക്കുന്നത്. ഇനി അത് 2 സ്ക്വയർ പീസ് എടുക്കാം. സ്ക്വയർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ത്രികോണമായിട്ട് വെച്ചിട്ട് വെട്ടിയാൽ മതി. ഇങ്ങനെ നന്നായിട്ട് വെട്ടിയിട്ട് ഒരു പൂവിന് കാണിച്ചു തരാം. ഇങ്ങനെ മടക്കണം മതി. ഇങ്ങനെ 2 മടക്കി, പിന്നെ സ്ക്വയറായിട്ട് മടക്കി. കണ്ടോ, 2 മടക്കി സ്ക്വയറായിട്ട് മടക്കി. അതിന് ഇങ്ങനെ റാ പോലെ വെട്ടണം. പെറ്റിൽ വരാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇങ്ങനെ വരും. ഒരെണ്ണം കാണിച്ചു തരാം. ഞാൻ എടുത്ത് സ്ക്വയർ പീസ് എടുത്ത് 2 മടക്കി അതിനെ ഒന്നും കൂടെ മടക്കും, സ്ക്വയറായിട്ട് മടക്കും. എന്നിട്ട് പോലെ വെട്ടും.
അതിന് ഒന്നും കൂടെ മടക്കി കണ്ട പോലെ വെട്ടിയതിനെ ഇങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടെ മടക്കി ഞാൻ വലുതിൽ കാണിച്ചിരുന്നു. ചെറിയ ദിവസം നമുക്ക് മനസ്സിലാവില്ല. രണ്ട് പീസ് സ്ക്വയർ എടുത്തു ഇങ്ങനെ മടക്കി നമ്മൾ മടക്കി എന്നിട്ട് നമ്മൾ മടക്കി കണ്ടോ ഇനി പോലെ വെട്ടണം. അത് ചെറിയ പെട്ടിൽ കെട്ടാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞായിട്ട് വെട്ടുന്നത്. പോലെ വെട്ടിയുണ്ട് മനസ്സിലായല്ലോ. ഇത് ഞാൻ 2 പീസാണ് എടുത്തത്. അതിന് മടക്കി പിടിച്ചിട്ട് ഈ പെറ്റൽസിന് ഇരിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ നൂത്ത് വെച്ച് കൊടുക്കണം. മറ്റതിനെ അതേപോലെ മടക്കാം. മനസ്സിലായോ? ഇങ്ങനെ മടക്കി ആ പെറ്റിൽ കിട്ടി. ഇത് 2ആയിട്ട് മടക്കി ഒന്നും കൂടെ മടക്കി ആ പെറ്റൽസ് ഇങ്ങനെ നൂർന്നിരിക്കണം. രണ്ടും കൂടെ ഒന്നിച്ച് വെച്ചിട്ട് അതിൻ്റെ നൂല് വെച്ച് കെട്ടണം. നൂല് വെച്ച് കെട്ടിയിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടണം. ആ പെറ്റൽസിനെല്ലാം ഒന്നിങ്ങനെ നോക്കി വയ്ക്കണം. ഇത് വലുതായിട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ചെറുതായിട്ട് ചെറുത് ചെയ്യുമ്പോൾ ഇത്തിരി പാടാണ്. മനസ്സിലായി കാണുമല്ലോ. അത് ഇങ്ങനെ ചെയ്തിട്ട് അതേപോലെ തന്നെ മടക്കി വയ്ക്കാം. മടക്കി വെച്ചിട്ട് കുഞ്ഞു പൂവായിട്ട് വരും. കുഞ്ഞാണ് ബോയിൽ വയ്ക്കാൻ നല്ലത്. നമ്മൾ വൈറ്റ് ചെയ്യണണ്ട കുഞ്ഞായിട്ട് വെട്ടി പിച്ചിപ്പൂ പോലെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പം നമ്മൾ ഇപ്പം കെട്ടുമ്പം കുറച്ച് നീളം കൂടുതലാണെങ്കിൽ അടിഭാഗത്തൊന്ന് വെട്ടിക്കളയണം. എന്നുവെച്ചാൽ അവിടെ ഒട്ടിക്കുമ്പോഴേ ഓരോ പൂവിനെ ഇങ്ങനെ ഒട്ടിക്കണം. ഈ ബ്രഷ് വെച്ച് തന്നെ ഇങ്ങനെ ഒട്ടിക്കണം. ഒട്ടിച്ചെടുത്തിട്ട് വേറെ ജോലിയൊന്നുമില്ല. അടിപൊളിയല്ലേ? മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല സന്തോഷമായിരിക്കും അവർക്ക്. ഓർത്തയില്ല, നല്ല ബലമാണ്. ആ പശയ്ക്ക് നല്ല ബലമാണ്. വൈറ്റ് ചെയ്യുമ്പോഴാണ് നല്ല ഭംഗിയുള്ളത്. മറ്റത് നമ്മൾ അതേപോലത്തെ റിബൺ വാങ്ങണം. പിന്നെ അതേപോലത്തെ കവർ ചെയ്യാനുള്ള റിബൺ മതി. പക്ഷെ തുണിയുടെ അതേപോലത്തെ റിബൺ വാങ്ങിച്ചാലും നന്നാക്കിയിരിക്കുള്ളൂ. അങ്ങനെ ചെയ്തെടുക്കണം. എന്നിട്ട് വേണമെങ്കിൽ ഈ വൈറ്റിൻ്റെ ഇടയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കണം. നല്ല സ്റ്റോൺ വെക്കണം. നല്ല ഭംഗിയുള്ളത്. അങ്ങനത്തെ സ്റ്റോൺ വെച്ച് കൊടുത്താലും ഭംഗിയുള്ളത്. രസമല്ലേ? എല്ലാ സ്റ്റോൺ വെച്ച് കൊടുക്കണം. പിള്ളേർ വെച്ചിട്ടൊന്നും കണ്ടിട്ടുണ്ട്. ഇത് ചേഞ്ചാണ്. അത് ഒരു ഭംഗി. നല്ല രസമല്ലേ? കൊള്ളാമോ? പള്ളിയിലേക്ക് പോകുമ്പോൾ വെച്ചിട്ട് പോകാൻ നല്ല രസമുണ്ടല്ലേ? എല്ലാവരും ചെയ്ത് നോക്കണേ. എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്നാലേ ഞാൻ
പുതിയ പുതിയ വീഡിയോ ഇടുള്ളൂ. ഓക്കെ.